ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തത്. സ്വർണ്ണക്കൊള്ള വിവാദത്തിനിടയിലൊക്കെ സർക്കാരും ബോർഡും പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്നതിനിടയിൽ ആ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് കൂടിയാണ് കെ ജയകുമാറിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശബരിമല നട തുറക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി അദ്ദേഹം അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശബരിമല നട അല്പസമയത്തിനകം തുറക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ നിർഭരമായി അദ്ദേഹം നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നട തുറക്കാൻ പോകുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, പുതിയ ബോർഡ് പ്രസിഡന്റ് കൂടി നട തുറക്കുന്ന ഘട്ടത്തിൽ സന്നിധാനത്തുണ്ട്. വിവരങ്ങൾ പ്രതീഷ്. റിജിത്ത്, മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശബരിമല നട തുറക്കും. ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് അല്പസമയത്തിനകം ശബരിമല നട തുറക്കുന്നത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അടക്കമുള്ള പ്രതിനിധികൾ ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രതന്ത്രിയും മേൽശാന്തിമാരും ശ്രീകോവിലേക്ക് എത്തും. നട തുറക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ക്ഷേത്രതന്ത്രിയെയും മേൽശാന്തിയെയും കാണാം. ഇപ്പോൾ ഈ ശ്രീകോവിലിന് ചുറ്റും വലം വച്ച ശേഷം ഈ അല്പസമയത്തിനകം തന്നെ ശ്രീകോവിൽ തുറന്ന് അകത്തേക്ക് കയറും. അരുൺകുമാർ നമ്പൂതിരിയാണ് ശബരിമല നട തുറക്കുന്നത്. നട തുറന്നതിന് ശേഷം അവിടെ നിന്ന് 18-ാം പടി ഇറങ്ങി ആഴിയിലേക്ക് അഗ്നി പകരും. ആഴിയിലേക്ക് അഗ്നി പകരുന്നതോടുകൂടി ഈ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാകും. ഇന്ന് പ്രത്യേക ചടങ്ങില്ല. ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണമാണ്. ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനു നമ്പൂതിരിയും ഇന്ന് ചുമതലയേൽക്കും. ഈ ഒരു വർഷക്കാലത്തേക്ക് ആണ് ഈ മേൽശാന്തിമാർ ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ ശബരിമല ക്ഷേത്ര മേൽശാന്തി 18-ാം പടി ഇറങ്ങി നിയുക്ത മേൽശാന്തിമാരെ ആനയിച്ച് ശബരിമല ശ്രീകോവിലേക്ക് കൊണ്ടുവരും. ശബരിമല മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങുകൾ ശബരിമല ശ്രീകോവിലിന് മുന്നിലും മാളികപ്പുറം മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങുകൾ മാളികപ്പുറം ദേവീക്ഷേത്രത്തിലുമാണ് നടക്കുന്നത്. ഇപ്പോൾ നട തുറക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ശബരിമല നട തുറക്കും. ഈ ആഴിയിൽ അഗ്നി പകർന്നതിന് ശേഷമായിരിക്കും തീർത്ഥാടകരെ 18-ാം പടി കയറ്റി ശ്രീകോവിലേക്ക് വിടുക. അതിനു മുൻപ് ഈ നിയുക്ത മേൽശാന്തിമാരായിരിക്കും 18-ാം പടി കയറി ശ്രീകോവിലേക്ക് വരുന്നത്. കെട്ടും കെട്ടിയാണ് ഈ ED പ്രസാദ് നമ്പൂതിരിയെയും MG മനു നമ്പൂതിരിയും ശബരിമലയിലേക്ക് എത്തുന്നത്. ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ഹരിവരാസനത്തോടുകൂടി ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങും. പുറപ്പെടാശാന്തിയായി കഴിഞ്ഞ ഒരു വർഷത്തെ ദൌത്യം പൂർത്തിയാക്കിയാണ് അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട ഇറങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.